തിരൂർ ചെറുമൂച്ചിക്കലിൽ ഇലക്ട്രിക് ബൈക്ക് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ്. ചെറുമൂച്ചിക്കലിലെ ഇ-സ്പോർട്ട് ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇലക്ട്രിക് ബൈക്ക് മോഷണം പോയത്. ഒഴൂരിൽ വെച്ച് താനൂർ പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടിയത്. ഒഴൂർ കോറാട് സ്വദേശി പൈനാട്ട് നൌഫലാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് താനൂർ പോലീസ് ഒഴൂരിൽ പെട്രോളിംഗ് നടത്തുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഫാന്റം പ്ലസ് മോഡൽ ഇലക്ട്രിക് ബൈക്കുമായി എത്തിയ യുവാവ് പോലീസിനെ കണ്ടതോടെ മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. സംശയം തോന്നിയ ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ചെറുമൂച്ചിക്കലിലെ ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണെന്ന് യുവാവ് സമ്മതിച്ചത്. ഒഴൂർ കോറാട് സ്വദേശി പൈനാട്ട് നൌഫലാണ് അറസ്റ്റിലായത്. ഇയാൾ 13ഓളം മോഷണക്കേസിൽ പ്രതിയാണെന്ന് താനൂർ പോലീസ് പറയുന്നു. ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം സിഐ ടോണി ജെ മറ്റം, എസ്ഐമാരായ സുഗീഷ് കുമാർ, NR സുജിത്, SCPOമാരായ സുജിത്, സമീർ, ഷൈൻ, ലിബിൻ, പ്രബീഷ്, രാകേഷ്, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുലർച്ചെ 5 മണിയോടെ ഷോപ്പുടമയെ താനൂർ പോലീസ് വിവരമറിയിക്കുകയായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ചാനൽ തിരൂർ. ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ? ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻറ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോൺടാക്ട് ലെൻസ്, പ്രോസ്തെറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ? ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലേക്ക് എത്താൻ പറ്റൂല്ലേ? ഒരു ചോദിച്ചിരുന്നത് ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്? അതിന് നമ്മുടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സും ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇസ്ലാം എന്ന ബെസ്റ്റ്.